വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ഒരു എക്സാമിന്റെ ഡേറ്റും വന്നിട്ടുണ്ട്, പുതിയ സിലബസും വന്നിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം ഡിസംബറിൽ അതിന്റെ എക്സാം നടക്കുന്നു ആൻഡ് പുതിയ സിലബസ് വന്നിട്ടുണ്ട്. സിലബസിൽ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചും ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് ടോപ്പിക്സ് പഴയ സിലബസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഈ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ. ആൻഡ് സിലബസിൽ പ്രധാനമായിട്ട് അതിന്റെ ഫോക്കസ് സോഷ്യൽ വർക്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് തന്നെ അങ്ങ് വരികയാണ്. സൈക്കോളജി അങ്ങനെയുള്ള ടോപ്പിക്സോ സബ്ജക്ട്സോ ഒന്നും നമുക്ക് പുതിയ സിലബസ് അനുസരിച്ച് ഡിസ്കസ് ചെയ്യാനില്ല. അപ്പൊ കുറെ കൂടെ സ്ട്രീം ലൈൻഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ജനറൽ ടോപ്പിക്സ് ഒക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പേ ക്വിക്ക് ആയിട്ട് ഞാൻ ആ സിലബസിന്റെ PDF ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് നമുക്ക് എന്താ പറയണ്ടത്, ഈ രണ്ട് കാറ്റഗറിക്ക് പറഞ്ഞിട്ടുള്ളതാണ് 374 ആൻഡ് 437/2024. അപ്പം എന്താ പറയണ്ട, പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കുള്ള വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ആണിത്. അപ്പം 10 മോഡ്യൂൾസ് ആയിട്ടാണ് ഈ ഒരു പുതിയ സിലബസ് തിരിച്ചിട്ടുള്ളത്. ഓരോ മോഡ്യൂളിനും 10 മാർക്ക് വീതം അവിടെ വരുന്നുണ്ട്. മോഡ്യൂൾ 1 ഫൗണ്ടേഷൻസ് ആൻഡ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആണ് മോഡ്യൂൾ 1 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സബ് ടോപ്പിക്സ് ഓരോന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സബ് ടോപ്പിക്സ് ഓൾറെഡി നമുക്ക് നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷെ ഇവിടെ എല്ലാത്തിന്റെയും ഓറിയന്റേഷൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് സബ് ടോപ്പിക് നോക്കിയേ, റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ വർക്ക് വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ സോഷ്യൽ വർക്കും ഹ്യൂമൻ റൈറ്റ്സും ആയിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ശരിക്കും അവിടെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് ആ ഒരു സിലബസിന്റെ ഓറിയന്റേഷൻ. നമ്മൾ സിലബസിലെ ടോപ്പിക്സ് മാത്രം നോക്കി പോയാൽ പോരാ, ആ ടോപ്പിക്സ് എങ്ങനെയാണ് മറ്റ് ടോപ്പിക്സുമായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്നത്. കാരണം ഈ ടോപ്പിക്സിനെയൊക്കെ തങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഓരോ ടോപ്പിക്കിൽ നിന്ന് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ നമുക്ക് ഇത് നോക്കിയേ, നമുക്ക് നേരത്തെ NASW കോഡ് ഓഫ് എത്തിക്സ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മുടെ പഴയ സിലബസിൽ. ഇവിടെ ഇപ്പം സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NASW പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്? ഈ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓരോ ഡൊമെയിൻ മാറുന്നതനുസരിച്ച് മാറി മാറി വരുമോ? ഇത് എന്തൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസ് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ സ്പെസിഫിക്കലി നമ്മൾ നോക്കിയാൽ ഒരു പുതിയ സിലബസ് വരുമ്പോൾ അതിനകത്ത് പുതിയതായിട്ടുള്ള ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമ്മൾ ICDS എക്സാമിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് നേരത്തെ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ഐഡന്റിറ്റി ഓഫ് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കീഴിൽ നമുക്ക് നോക്കാനുള്ള 2 ടോപ്പിക്സ് ആണ് NASW കോഡ് ഓഫ് എത്തിക്സും സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രാക്ടീസും. അതേപോലെ റിലേറ്റീവ്ലി ഒരു ന്യൂ കോൺസെപ്റ്റ് ആണ് ഈ സോഷ്യൽ വർക്ക് പ്രാക്ടീസിലെ സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സിസ്റ്റംസ് അപ്രോച്ച് നമ്മൾ ഇതിനകത്ത് നോക്കണം. മറ്റനേകം അപ്രോച്ചസ് ഉണ്ട് നമുക്ക് നോക്കാനായിട്ട്. അതേപോലെ സിസ്റ്റംസ് അപ്രോച്ച് സ്പെസിഫിക്കലി ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇനി നമ്മൾ ആ ഒരു ഫിലോസഫി, പ്രിൻസിപ്പിൾസ്, അസംഷൻസ് ഓഫ് സോഷ്യൽ വർക്ക് നേരത്തെ അത്രയും മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പം ഈ ഫിലോസഫിയും പ്രിൻസിപ്പിൾസും അസംഷൻസും എങ്ങനെയാണ് സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു അഡീഷണൽ ഡയമെൻഷനും കൂടെ ഈ സിലബസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാ മോഡ്യൂൾസിലും അതിൻ്റെതായ ചേഞ്ചസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോഡ്യൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ കേസ് വർക്കിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കേസ് വർക്കിനെ കുറിച്ച് അതിന്റെ ഡെഫിനിഷൻ, നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, റെലവൻസ്, സ്കോപ്പ്, ഇതൊക്കെ നമുക്ക് പഴയ സിലബസിലും നമുക്ക് നോക്കാനുണ്ടായിരുന്നു. അതേപോലെ ഫിലോസഫി, പ്രിൻസിപ്പിൾസ്, കമ്പോണൻസ്, ഇതും നമുക്ക് പഴയ സിലബസിലുണ്ട്. ഇനി കേസ് വർക്കിന്റെ പ്രോസസ്, സ്റ്റഡി, സോഷ്യൽ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, ടെർമിനേഷൻ, ഇവാലുവേഷൻ, ഇതും നമുക്കുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിന് നേരത്തെ ഉപയോഗിച്ചിരുന്ന ടേംസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ ഇനിയിപ്പോ ഇതോടൊപ്പം നമുക്ക് തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസും കൂടെ നോക്കാനുണ്ട്. എന്താ പറയേണ്ടത്, ആ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ സ്പെസിഫിക്കലി എറിക്സന്റെയും പിയാഷെയുടെയും കോൾബർഗിന്റെയും ആണ് നമുക്കിവിടെ നോക്കാനുള്ള തിയറിറ്റിക്കൽ ഫൗണ്ടേഷൻസ്. ഓക്കെ, ഇനി പുതിയതായിട്ട് ഇവിടെ വരുന്ന ഒന്ന് എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി ന്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ കേസ് വർക്കിന്റെ ആപ്ലിക്കേഷൻസ്. അപ്പൊ സ്പെസിഫിക്കലി കുറച്ച് കോണ്ടെക്സ്റ്റിൽ അവരോട് ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ, സൈക്കാട്രിക്, ഫാമിലി, ചൈൽഡ് വെൽഫെയർ, കറക്ഷണൽ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കോണ്ടെക്സ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പഴയ സിലബസിൽ അതില്ല. അപ്പൊ അതാണ് നല്ല ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ഈ പുതിയ സിലബസിൽ വന്നിട്ടുള്ളത്. ഇനി സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചില ചേഞ്ചസ്
ആ അപ്രോച്ചസിന്റെ കാര്യത്തിൽ, അതേപോലെ ഗ്രൂപ്പ് പ്രോസസ്സും ഗ്രൂപ്പ് ഡൈനമിക്സും ഇതൊന്നും പഴയ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. ആ ഗ്രൂപ്പ് വർക്കിന്റെ ആ ഒരു സ്റ്റേജസ് എന്താണ്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് നോക്കാനുണ്ട്. നൗ കമ്മിങ് ഡൗൺ, എന്താ പറയേണ്ടത്, വർക്കിംഗ് വിത്ത് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് 2 മോഡൽസ് ഇവിടെ പറയുന്നുണ്ട്. ജാക്ക് റോത്ത്മന്റെയും മാരി വെയിലിന്റെയും മോഡൽസ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് മാത്രമായിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ മോഡൽസ് ഇവിടെ ഇപ്പം സ്പെസിഫിക് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോഷ്യൽ ആക്ഷൻ, അതിന്റെ കോൺസെപ്റ്റ്, പേർപ്പസ്, സ്ട്രാറ്റജീസ്, അപ്രോച്ചസ് നമുക്ക് ആരുടെയൊക്കെയാണ് അപ്രോച്ചസ് സ്പെസിഫിക്കലി നോക്കുകയാണെങ്കിൽ ഗാന്ധിയൻ അപ്രോച്ച്, പോളോ ഫ്രേറിയുടെ അപ്രോച്ച് ആൻഡ് സോൾ അലൻസ്കിയുടെ അപ്രോച്ച്. അപ്പൊ അപ്രോച്ചസ് ഒക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം സിലബസ് കുറെ കൂടെ സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് സ്പെസിഫിക്സ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ എന്താ പറയേണ്ടത്, ഓപ്പൺ ആയിട്ടുള്ള ഒരു സിലബസ് അല്ല ഇത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ. ഓൾമോസ്റ്റ് ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നേരത്തെ നമുക്ക് നോക്കാനുണ്ടായിരുന്നു എങ്കിലും ഇവിടെ ഇപ്പം ഇത് ഒരെണ്ണം നോക്കുക. അഡ്മിനിസ്ട്രേഷൻ, ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ. ഇത്രയും കോൺസെപ്റ്റ്സ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് അവർ പറയുന്നത് എംഫസിസ് ഓൺ നോൺ പ്രോഫിറ്റ് ആൻഡ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻസ്. ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് തന്നെയാണ് സോഷ്യൽ വർക്ക് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ NGOs എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അവിടെയൊക്കെ കുറച്ചും കൂടെ സ്പെസിഫിസിറ്റി ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് ഇതിനകത്തും കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇനിയിപ്പോ നോക്കുക, സോഷ്യൽ വർക്ക് റിസർച്ചും സ്റ്റാറ്റിസ്റ്റിക്സും, അതിനകത്തും കുറെ അധികം സ്പെസിഫിക് ആയിട്ടുള്ള സബ് ടോപ്പിക്സ് നമുക്കുണ്ട്. ആൻഡ് ഈ ടോപ്പിക്സിന്റെയൊക്കെ ആ ഒരു ഓറിയന്റേഷൻ എങ്ങനെയാണ് ആ ഒരു ടോപ്പിക്സ് അവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യു വിൽ ഫൈൻഡ് എ ഡ്രാസ്റ്റിക് ചേഞ്ച്. നമ്മൾ ICDS ഉപയോഗിച്ച സെയിം നോട്ട്സ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ആ സെയിം ലെസൺസ് നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. പ്രൊബേഷൻ ഓഫീസർക്ക് ഉപയോഗിച്ച സെയിം ലെസൺസ് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ നോട്ട്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സിലബസിന്റെ ആ ഒരു എന്താ പറയേണ്ടത് കംപ്ലീഷൻ അച്ചീവ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇത് മാറിയേക്കുന്നത് കൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ പുതിയ നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ. ആൻഡ് കൗൺസിലിംഗ് ഇൻ സോഷ്യൽ വർക്ക്. അപ്പൊ കൗൺസിലിംഗ് കുറെ അധികം ടോപ്പിക്സ് എന്താ പറയേണ്ടത് നേരത്തെ ഉണ്ടായിരുന്നതുണ്ട് ഇതിനകത്ത്. ബട്ട് ദെൻ കൗൺസിലിങ്ങിനകത്ത് നമുക്ക് കൗൺസിലിംഗ് ഗോൾസ് എന്താണ്, പ്രോസസ് എന്താണ്, കൗൺസിലിങ്ങിന്റെ തിയറീസ്, കൗൺസിലിങ്ങിന്റെ തന്നെ ഒരുപാടധികം തിയറീസ് നമുക്ക് ഇവിടെ ഉണ്ട് നോക്കാനായിട്ട്. അതേപോലെ കൗൺസിലിംഗ് ടെക്നിക്സ് ആൻഡ് സ്കിൽസ്, അത് പഴയ സിലബസിലും ഉണ്ടായിരുന്ന ഒന്ന് തന്നെയാണ്. റൈറ്റ്. ഇനി നമ്മൾ സോഷ്യൽ ലെജിസ്ലേഷൻസ് നോക്കുകയാണെങ്കിൽ സ്പെസിഫിക്കലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡിഫൻസ് ലെജിസ്ലേഷൻസ് ഇവിടെ സ്പെസിഫിക്കലി നോക്കുക. നമുക്ക് BNS എടുക്കണം, നമുക്ക് ഭാരതീയ നാഗരിക് BNSS എടുക്കണം, അതേപോലെ BSA പഠിക്കണം. അപ്പൊ ഇത് മൂന്നും 2023 ഇംപ്ലിമെന്റ് ചെയ്ത് വന്നതാണ് അല്ലെ. അതിനു മുന്നേ IPC ഒക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഇനി അത് മാറി ഇത് വളരെ ക്ലിയർ ആയിട്ട്, അപ്പൊ ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ ഏരിയ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് മെക്കാനിസംസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഹ്യൂമൻ റൈറ്റ്സിനുള്ള മെക്കാനിസംസ് ആണ് ഇവിടെ ഈ പറയുന്നത്. എന്നാൽ നമ്മൾ മോഡ്യൂൾ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊന്ന് നോക്കിയായിരുന്നത് റിലേഷൻഷിപ്പ് വിത്ത് സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇത് ഒരു ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് നമ്മൾ എന്താ പറയേണ്ടത് ഇവിടെ വരുമ്പോഴേക്കും എന്താ പറയണ്ടേ ആ ഒരു ഹ്യൂമൻ റൈറ്റ്സിന് എന്തൊക്കെ മെക്കാനിസംസ്, എങ്ങനെയൊക്കെ ഹ്യൂമൻ റൈറ്റ്സ് നടപ്പാക്കാനുള്ള ഓർഗനൈസേഷൻസ് ആയിരുന്നാലും മെക്കാനിസംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻസ്. അപ്പം ആ ഒരു കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ആ ഒരു കറക്ഷൻസിന്റെ സെറ്റപ്പ് എന്നുള്ളതാണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ജയിലുകളുടെ പ്രിസൺസിന്റെയും കറക്ഷണൽ സർവീസസിന്റെയും ഒക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, എന്തൊക്കെയാണ് അതിന് ഫങ്ഷൻസ് വരുന്നത്. BNS വന്നതോടുകൂടി നമ്മുടെ നിയമത്തിന്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഒരു പണിഷ്മെന്റ് ഓറിയന്റഡിൽ നിന്ന് മാറി ഒരു കറക്ഷണൽ ഓറിയന്റഡിലേക്കും നമ്മൾ മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാടധികം കുറ്റകൃത്യങ്ങൾ കൊള്ള ശിക്ഷ ആ ഒരു രീതിയിൽ. അതുകൊണ്ടാണ് BNSനകത്ത് കമ്മ്യൂണിറ്റി സർവീസ് ഒരു ശിക്ഷയായിട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കോടതികൾക്ക്. BNS പ്രകാരം വന്നിരിക്കുന്ന ഒരു ചേഞ്ച് ആണ് അത്. റൈറ്റ്. പിന്നെ ഈ കീ ലെജിസ്ലേഷൻസ്
പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ, ചൈൽഡ് ലേബർ ആക്ട്, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ്, ഇതൊക്കെ നേരത്തെ നമുക്ക് നോക്കാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. മറ്റു പല എക്സാംസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പക്ഷേ ഇത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടും ഉണ്ടാകും. ഇനി 10ാമത്തെ മോഡ്യൂള് കറക്ഷണൽ സോഷ്യൽ വർക്ക്. ഇവിടെ ഈ 9ാമത്തെ മോഡ്യൂളിൽ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ് ഓൺ പ്രിസണേഴ്സ് റൈറ്റ്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ കറക്ഷൻസ്. അപ്പൊ വീണ്ടും ഹ്യൂമൻ റൈറ്റ്സും പ്രിസണേഴ്സിന്റെ റൈറ്റ്സും അതിനകത്ത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ്സിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാനുള്ളത്. ഒരുപാടധികം ജഡ്ജ്മെന്റ്സ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റ്സിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊന്നും നമുക്ക് സ്പെസിഫിക്കലി ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ലഭിക്കുന്ന സംഗതികളല്ല, അല്ലേ? ആൻഡ് കറക്ഷണൽ സോഷ്യൽ വർക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തും നേരത്തെ നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്നും ഇവിടെ ഈ ഒരു സിലബസിനകത്ത് അതിന്റെ ആ ഒരു ഓറിയന്റേഷൻ മാറിയിരിക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ വർക്ക് കറക്ഷണൽ ഫെസിലിറ്റീസിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത, അത് അനുസരിച്ചാണ് ആ ടോപ്പിക്സ് ഇവിടെ ലിസ്റ്റ് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, PSC വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഈ സിലബസിന്റെ കോപ്പി ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി അതുമല്ല എങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കുകയോ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയോ ചെയ്താൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു സിലബസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിലബസ് അനുസരിച്ച് നമ്മൾ പഴയ നോട്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കംപ്ലീറ്റ്ലി പുതിയ നോട്ട്സും പുതിയ വീഡിയോ ക്ലാസ്സസും പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം 60% നമ്മൾ സിലബസിനകത്തുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ആൻഡ് ഈ മന്ത് എൻഡോടുകൂടി, അതായത് ഇതിപ്പം ഒക്ടോബർ 22 ഒക്ടോബർ അവസാനത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക്സിന്റെയും വീഡിയോ ലെസൺസും നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിയും. അപ്പോൾ വളരെ കുറച്ച് ടൈം തന്നെ ഉള്ളൂ, അല്ലേ? നമുക്ക് ഏകദേശം കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ ഒരു 30 ദിവസം, ഈ മാസത്തെ ബാക്കി ഒരു 10 ദിവസം, പിന്നെ നമുക്കൊരു 2 ദിവസവും കൂടെ കിട്ടുമല്ലേ ഡിസംബറിൽ. അപ്പോൾ ഒരു 40 ദിവസം കൂട്ടിയാൽ മതി. 40 ദിവസമേ ഇനി നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. പക്ഷേ നമ്മൾ ശരിക്ക് ഒന്ന് മനസ്സ് വെച്ച് പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ 10 മോഡ്യൂൾസ് 40 ദിവസത്തിനുള്ളിൽ കവർ ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈ ക്വാളിറ്റിയിലുള്ള എന്താ പറയേണ്ടത് ഒരു 12 മോഡൽ എക്സാംസും കൂടെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാവുന്നതാണ്. ആർക്കെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു താല്പര്യമുണ്ട്, നോട്ട്സ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് പല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് ലെസൺസ് ലഭിക്കും. നിങ്ങൾക്ക് നോട്ട്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ബാങ്ക് മാത്രം മതി, ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ മാത്രം മതിയെങ്കിൽ അത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. ഇനി അതല്ല ഫുൾ ലെസൺസ് വിത്ത് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് വാസ് ദി സിലബസ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആ ഒരു സിലബസും അതിന്റെ ടോപ്പിക്സും പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള കുറെ കോൺസെപ്റ്റ്സും ഒക്കെ നമുക്കൊന്ന് ക്വിക്കായിട്ട് ചർച്ച ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയായിരിക്കും ഈ പുതിയ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ചർച്ചയും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നടത്താം. അപ്പോൾ ദിസ് വിൽ ബി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ കാണുക. സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് ലെറ്റ്സ് സീ. അപ്പം മോഡ്യൂൾ 1 അതിനകത്താണല്ലോ ശരിക്കും ആ ഒരു മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സോഷ്യൽ വർക്കിന്റെ ആ ഒരു മീനിങ് കൊണ്ട് ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പം കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അത് സോഷ്യൽ വർക്കിന്റെ എന്താ പറയേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ആണ്, അല്ലെ? സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസും അതിന്റെ മെത്തേഡ്സും ഒക്കെ കറക്ഷണൽ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത്. എന്താണ് കറക്ഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്? പ്രിസൺസ് ആണ്, ജുവനൈൽ ഹോംസ് ആണ്, പ്രൊബേഷൻ പീരിയഡിൽ അത് വരുന്നത്, ആൻഡ് പെറോൾ സർവീസസിൽ. അപ്പൊ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സെറ്റിംഗ്സിൽ അത് പ്രവർത്തിക്കുന്നതാണ്. അതിനാണ് ശരിക്കും അതിന്റെ ആ ഒരു ലിങ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കസ്റ്റഡി കെയർ അതിനകത്ത് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ എന്തിനൊക്കെയാണ് ഇതിനകത്ത് സ്പെസിഫിക്കലി പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മുടെ പുതിയ BNS അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇസ് ഓൺ റീഹാബിലിറ്റേഷൻ, റീഇൻറ്റഗ്രേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. അപ്പൊ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പുതിയ സിലബസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സിലബസ് അനുസരിച്ചുള്ള നോട്ട്സും നമ്മൾ ഇതിന് പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് റീഹാബിലിറ്റേഷനും റീഇൻറ്റഗ്രേഷനും സോഷ്യൽ
ജസ്റ്റിസുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാം. അതാണ് ശരിക്കും കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിൾസും സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സും കറക്ഷണൽ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് എന്താ പറയേണ്ടത്, കറക്ഷണൽ സോഷ്യൽ വർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സ്കോപ്പ് എന്ത് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ഇൻഡിവിജ്വൽ കേസ് വർക്ക് നടത്താം അല്ലെ, പ്രിസണേഴ്സ് ആയിട്ടായിരുന്നാലും പ്രൊബേഷണേഴ്സ് ആയിട്ടായിരുന്നാലും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇനി നമ്മൾ ഗ്രൂപ്പ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പ്രിസൺസിലും ജുവനൈൽ ഹോംസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ഗ്രൂപ്പായിട്ട് എന്താ പറയേണ്ടത്, ആ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുകയായിരുന്നാലും എന്താ പറയേണ്ടത്, അവർക്കൊരു എന്താ പറയേണ്ടത് ഒരു കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ഇൻഡിവിജ്വലായിട്ടും നടക്കും, അത് ഗ്രൂപ്പായിട്ടും നടക്കും. ഇനി അത് മാത്രമല്ല, കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള കറക്ഷൻസും അവിടെ കൊണ്ടുവരാം. സ്പെസിഫിക്കലി ഇത് ആപ്ലിക്കബിൾ ആകുന്നത് പ്രൊബേഷനും പെറോളിനും ആ ഒരു ആഫ്റ്റർ കെയർ, ആ ഒരു ജയിൽ ജീവിതം കഴിഞ്ഞിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ജയിൽവാസം കഴിഞ്ഞിട്ട് വരുന്ന ജീവിതം, അതാണ് ആ ഒരു ആഫ്റ്റർ കെയറിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരിയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അല്ലെ ഹ്യൂമൻ റൈറ്റ്സിന്. ഇപ്പൊ സോഷ്യൽ വർക്ക് ഒരുപാടധികം അഡ്വക്കേസി നടത്തുന്നുണ്ട് ഹ്യൂമൻ റൈറ്റ്സിന്, പ്രത്യേകിച്ചും കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. അഡ്വക്കേസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ പോളിസി പ്ലാനിങ് വരുന്നത്. സ്പെസിഫിക്കലി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടും റീഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ടും എന്ത് തരത്തിലുള്ള പ്ലാനിങ് നടത്താം, എന്ത് തരത്തിലുള്ള പോളിസി വേണം, എന്ത് തരത്തിലുള്ള പോളിസി ചേഞ്ചസ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നൊക്കെയുള്ള. ഇനി ഫിലോസഫി ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിലോസഫിയുടെ കാര്യം പറഞ്ഞാൽ എന്താ, ഈ ഒരു പോയിന്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒഫൻഡേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ലോ ബ്രേക്കേഴ്സ് മാത്രമല്ല അല്ലെ, അവര് നിയമം ലംഘിക്കുന്നവരാണ് ശരി ഒരു ഭാഗം, പക്ഷേ ദേ ആർ ഓൾസോ സോഷ്യൽ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, ഹ്യൂമൻ ബീയിങ്സ് ആ സോഷ്യൽ ആനിമൽസ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഒരു സോഷ്യൽ ബീയിങ്സുമാണ്. ഈ ബീയിങ്സിന്, അതായത് ഈ ഒഫൻഡേഴ്സ് എന്ന് പറയുന്ന ഈ സോഷ്യൽ ബീയിങ്സിന് റിഫോർമേഷൻ ആവശ്യമാണ്. അവരെ എന്താ പറയേണ്ടത്, ഒരു പുനരുദ്ധാരം അത് ആവശ്യമാണ്. അവരെ വീണ്ടും ആ ഒരു നല്ല നടപ്പിലേക്ക് കൊണ്ടുവരിക, സൊസൈറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ നമ്മുടെ BNSന്റെ ഉദ്ദേശം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തീമിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് റിഫോർമേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കണം, ജസ്റ്റ് റെട്രിബ്യൂട്ടീവ് അല്ല. റെട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നീ ഇത് ചെയ്തോ, റെട്രിബ്യൂട്ടീവ് ആണ്. എന്താ പറയേണ്ടത്, കട്ടവന്റെ കൈവെട്ടുക എന്ന് പറയുന്നത് ശരിക്കും റെട്രിബ്യൂട്ടീവ് ആണ്. അവന് ഒരിക്കലും ആ നോർമൽ ലൈഫിലേക്ക് പിന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല. കൈമുറിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനായിട്ട് സാധിക്കുമോ? ഇവിടെ അങ്ങനെയല്ല. ആ ഒരു കളവിൽ നിന്ന് ആ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഒഫൻഡർക്കും ആ ഒഫൻഡർ ആണെങ്കിൽ പോലും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ഒരു ഒഫൻഡർക്ക് ഒരു അവകാശമുണ്ട് റീഹാബിലിറ്റേഷനിലേക്ക് ഉള്ളത്. സോ ആ ഒരു ഫിലോസഫിയെ ബേസ് ചെയ്ത് ഈ ഒരു റീഹാബിലിറ്റേഷൻ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആ ഒരു ഒഫൻഡേഴ്സിനെ റിഫോം ചെയ്യുക. അതിനുപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാ? കൗൺസിലിംഗ് കൊടുക്കാം, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, ആൻഡ് അവരുടെ സ്കിൽ ബിൽഡ് ചെയ്യാം. ഒരുത്തൻ ഒരു പക്ഷേ മറ്റു തൊഴിലൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം മോഷണത്തിന് പോകുന്നത്. അപ്പോ സൊസൈറ്റിയിൽ അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിൽ ആ വ്യക്തിക്ക് നമ്മൾ ലഭ്യമാക്കി കൊടുക്കുക, ആ തൊഴിൽ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച് ആ ഒരു തൊഴിൽ ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി പിന്നെ കളവിലേക്ക് തിരിയില്ല എന്ന് നമുക്കറിയാം അല്ലേ, ആ ഒരു ഫിലോസഫി. അപ്പൊ ഒരു ഒബ്ജക്റ്റീവ് അതാണ്. ഇനി മറ്റൊന്ന് നോക്കിയേ, റെസിഡിവിസം പ്രിവെന്റ് ചെയ്യുക. അതെങ്ങനെയാണ്? ആ ഒരു ക്രൈമിന്റെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മുളയിലേ നുള്ളുക എന്നുള്ളതാണ്. ഇനി ഒഫൻഡേഴ്സിനെ ആ ഒരു സൊസൈറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്ത്, അവരുടെ ഒരു ജയിൽവാസം കഴിഞ്ഞിട്ടൊരു റീ എൻട്രി ഉണ്ട് അവർക്ക്. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമ്മളിൽ പഴയ സിനിമകളിൽ കാണുന്നത് പോലെ വീണ്ടും ആ വ്യക്തിയെ ഒരു ഭീകരൻ എന്ന് കാണാതെ ഒരു നിയമം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ലോ അബൈഡിങ് സിറ്റിസൺ ആയിട്ട് ആ വ്യക്തി മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി പ്രവർത്തിക്കണം. ആരാണ് പ്രവർത്തിക്കുന്നത്? സോഷ്യൽ വർക്കേഴ്സ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ സോഷ്യൽ വർക്കർ ആരാണ് ഇവിടെ? വെൽഫെയർ ഓഫീസേഴ്സ് ആണ് അല്ലേ. ആൻഡ് എന്താ, പ്രിസണേഴ്സിനും റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ആ റൈറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യുക,
കുറെ കൂടെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അവരിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക, മനുഷ്യത്വപരമായിട്ട് അവരെ ജയിലിലായിരുന്നാലും ശരി അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുക്കുക. പക്ഷേ ഈ ഒരു ഭാഷയായിരിക്കില്ല നിങ്ങൾ BNSന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക്. BNSന്റെ ക്ലാസ്സസിൽ സ്പെസിഫിക്കലി നമ്മൾ പണിഷ്മെന്റ്സും ക്രൈമിനെയും കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റൊരു തലത്തിലേക്ക് തന്നെ പോകും. ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും സോഷ്യൽ വർക്കിനെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഈ റെഫർമേഷനെ കുറിച്ച് ആ ഒരു സമയത്ത് ചിന്തിക്കാനോ നമ്മൾ നോക്കുന്നില്ല. ദിസ് ഇസ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് ആസ്പെക്ട്, ഒരു ഡിഫറെന്റ് ബ്രാഞ്ച് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഒന്ന് മനസ്സിൽ വെക്കേണ്ടത്. ഇനി സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ എന്താണ് ഈ കറക്ഷണൽ സെറ്റിംഗ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതാണ് ഡിഫറെന്റ് സെറ്റിംഗ്സിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ റോൾ വരുന്നത്. നമുക്ക് സോഷ്യൽ വർക്കിന്റെ റോൾ നോക്കേണ്ടതായിട്ടുണ്ട്, സോഷ്യൽ വർക്കേഴ്സിന് എന്താണ് അവിടെ റോൾ എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. രണ്ടും രണ്ട് കോൺസെപ്റ്റ്സ് ആണ് അല്ലെ. സോഷ്യൽ വർക്കറാണ് സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ വർക്ക് ആവശ്യപ്പെടുന്നത് എന്താണോ അതാണ് സോഷ്യൽ വർക്കർ ചെയ്യേണ്ടത്. അപ്പൊ സോഷ്യൽ വർക്കിന്റെ ഉദ്ദേശം പുനരുദ്ധാരണം അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ ആണെങ്കിൽ സോഷ്യൽ വർക്കർ എന്ത് ചെയ്യണം? അപ്പൊ റീഹാബിലിറ്റേഷൻ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് സോഷ്യൽ വർക്കർ ഒരുപക്ഷെ കൗൺസിലിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം റീഹാബിലിറ്റേഷൻ, സോഷ്യൽ വർക്കറെ സംബന്ധിച്ചിടത്തോളം അതേ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. സോ അതാണ് ആ ഒരു ഡിഫറൻസ് ഇൻ റോൾസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രസൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് ആൻഡ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, വൊക്കേഷണൽ ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അവിടെ ഡെവലപ്പ് ചെയ്യുക, ഫാമിലി ആൻഡ് റീഇൻറ്റഗ്രേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് കൊടുക്കുക. എന്താ പറയേണ്ടത്, ഒരു ലിയസൺ നടത്തുക ബിറ്റ്വീൻ ഇൻമേറ്റ്സ്, ഫാമിലീസ് ആൻഡ് ദി അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ സോഷ്യൽ വർക്കർ പ്രിസണിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രിസൺ ഒരു സൈഡിലുണ്ട്, കുറ്റക്കാരും ഒരു സൈഡിലുണ്ട്, സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ ഈ ഒരു വെൽഫെയർ ഓഫീസർ മറ്റൊരു സൈഡിൽ നിൽക്കുന്നു. യു സീ ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി ജുവനൈൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ കൂടുതലും അവിടെ കേസ് വർക്ക് ആയിരിക്കും വിത്ത് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. അതേപോലെ ഫാമിലി ഇന്റർവെൻഷൻസ് ആൻഡ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ് ഇവിടെ കൊണ്ടുവരാം. കുട്ടികളിൽ ഈസിയാണ് കുട്ടികളിൽ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് അവരെ കുട്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ മോൾഡ് ചെയ്യുന്നത് പോലെ അവർ വളർന്നു വരും എന്നുള്ളതാണ്. ഇനി ആ ഒരു കമ്മ്യൂണിറ്റി സെറ്റിംഗ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇവിടെ പ്രൊബേഷന് വേണ്ടിയിട്ടുള്ള സൂപ്പർവിഷൻ, ഗൈഡൻസ്, റീഹാബിലിറ്റേഷൻ, കമ്മ്യൂണിറ്റിയിലേക്കുള്ള തിരിച്ചുവരവ്, ഒരു നല്ല സിറ്റിസൺ ആയിട്ട്. പെറോളിന്റെ കാര്യം ആ ഒരു എന്താ പറയേണ്ടത്, ഇൻമേറ്റ്സിന്റെ ആ ഒരു റിലീസിനൊക്കെ അവരെ അസിസ്റ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ അതിനകത്ത് വരുത്താനുണ്ടെങ്കിൽ പെറോളിന് വേണ്ടിയിട്ട് വെൽഫെയർ ഓഫീസറിന്റെ റോളാണ് ഞാനിവിടെ ഈ പറയുന്നത്. ഇനി ആഫ്റ്റർ കെയർ സർവീസസ്, ഹൗസിംഗ്, എംപ്ലോയ്മെന്റ്, കൗൺസിലിംഗ് സപ്പോർട്ട്, ഇതൊക്കെ അവിടെ ആവശ്യമായിട്ട് വരുന്നു. നോക്കുക, ഇതൊക്കെ വരുന്നത് നമ്മുടെ പുതിയ നിയമങ്ങൾ വന്നതിന് ശേഷമാണ്. കാരണം നിയമത്തിന്റെ ഫോക്കസ് എന്താ പറയേണ്ടത്, ആ ഒരു കുറ്റം ചെയ്തവനെ ശിക്ഷിക്കുക എന്നുള്ളതിലും ഉപരി അവനെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് നമുക്ക് പിന്നെ കുറേ അധികം നമ്മുടെ സിലബസിലുള്ളത് അല്ലെ. മോഡ്യൂൾ 2, മോഡ്യൂൾ 3, മോഡ്യൂൾ 4, മോഡ്യൂൾ 5, മോഡ്യൂൾ 6 ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും അപ്രോച്ചസും ആണ്. അതാണ് നമുക്ക് കേസ് വർക്ക് വരുന്നത്. കേസ് വർക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗൺസിലിങ്ങും റീഹാബിലിറ്റേഷൻ പ്ലാൻസുമാണ്, ഓരോ വ്യക്തികളെ എടുത്തിട്ട്. പിന്നെ ഗ്രൂപ്പ് വർക്ക് വരുന്നു. അതിനകത്ത് ഗ്രൂപ്പ് തെറാപ്പി വരാം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, SHGs ഉണ്ട് പ്രസൻസിൽ. പിന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ, അവിടെ മെയിൻലി ആ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്താണോ അത് മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരികയാണ് അതിനകത്ത് നടക്കുന്ന കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അഡ്വക്കേസി ആൻഡ് പോളിസി വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ശരിക്കും ആ പ്രിസണേഴ്സിന്റെ റൈറ്റ്സ്, അവർക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ കുറച്ച് റൈറ്റ്സ് ഉണ്ട് അല്ലെ, ആ റൈറ്റ്സ് നിലനിർത്തുക അല്ലെങ്കിൽ അവർക്ക് ആ റൈറ്റ്സ് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാറ്റങ്ങൾ ഒരുപക്ഷെ കൊണ്ടുവരണം, അതിനെ സ്വാധീനിക്കണം. ആൻഡ് എന്താണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന അപ്രോച്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു റീഹാബിലിറ്റേറ്റീവ് അപ്രോച്ച് തന്നെയാണ്. ആൻഡ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ് അപ്രോച്ച് ആണ് ഇവിടെ വരുന്നത്. റെസ്റ്റോറേറ്റീവ്, ഒരു മനുഷ്യനെ തിരിച്ച് ഒരു മനുഷ്യനാക്കി കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് വിക്ടിം ഒഫൻഡറും ആയിട്ടുള്ള ഒരു മീഡിയേഷൻ ഒരു പക്ഷെ നടത്തേണ്ട ഒരു സാഹചര്യം. വിക്ടിം ആരാണ്? ഈ വിക്ടിമാണ് ശരിക്കും അതിനകത്ത് എന്താ പറയണ്ട വാദി എന്ന് പറയുന്നത്. അത് കേസ് നടക്കുന്ന സമയത്ത് അല്ലെ. ഒഫൻഡർ ആണ് അതിനകത്ത് പ്രതി എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു കേസ് കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് ഇതാണ് വാദിയും പ്രതിയും.
അപ്പൊ അവർ തങ്ങളിലുള്ള മീഡിയേഷൻ പലപ്പോഴും നമുക്ക് പല കാര്യത്തിലും, ചില കാര്യങ്ങളിൽ മീഡിയേഷൻ ഇല്ല, ചിലതിന് മീഡിയേഷൻ അങ്ങനെ നടത്തണമെങ്കിൽ അത് ഒരു പക്ഷേ നടത്താം. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, ഇതാണ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിന്റെ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് നോക്കിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറ്റവാളിയാണെങ്കിലും അവർക്ക് അഭിമാനം ഉണ്ട് അല്ലെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു അഭിമാനം, കുറ്റവാളി എന്ന നിലയിലുള്ള ഒരു അഭിമാനമല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ. കാരണം ജന്മനാ മനുഷ്യന് ഒരു അഭിമാനം അല്ലെങ്കിൽ ആ ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ളതാണ് സോഷ്യൽ വർക്കിന്റെ അടിസ്ഥാനപരമായ ഒരു കോൺസെപ്റ്റ്. ആ ഡിഗ്നിറ്റി നിലനിർത്തണം എന്നുള്ളതാണ് സോഷ്യൽ വർക്കിന്റെ മറ്റൊരു അടിസ്ഥാനപരമായ ഒരു കോൺസെപ്റ്റ്. തുല്യത, ഇക്വാളിറ്റി അല്ലെ, ആൻഡ് ഒഫൻഡേഴ്സിനും അവരുടേതായ ഒരു ജസ്റ്റിസ് അവർക്കും ലഭിക്കണം എന്നുള്ളത്. എന്ന് പറഞ്ഞാല് കുറ്റത്തിന് അനുയോജ്യമായ ശിക്ഷ, അതാണ് BNSലെ ഫോക്കസും ശരിക്കും അത് തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ആ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കും ഹ്യൂമൻ റൈറ്റ്സും ആയിട്ടുള്ള കണക്ഷൻ എന്താണ് ശരിക്കും ഇവിടെ ഈ വരിക? ഒന്ന്, നമുക്ക് നോക്കേണ്ടിയ ചില സംഗതികൾ, ഇത് ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, UN സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. ഇത് നെൽസൺ മണ്ടേല റൂൾസ് ആണ്. ഇത് നമ്മൾ പഠിക്കണം ഇതിന്റെ ഭാഗമായിട്ട്. അതായത് ആ കറക്ഷണൽ സോഷ്യൽ വർക്കും ഹ്യൂമൻ റൈറ്റ്സും ആയിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറക്ഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള നമ്മൾ മോഡ്യൂൾ 1 നമ്മൾ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതിന് ഈ നെൽസൺ മണ്ടേല റൂൾസ് നമ്മൾ പഠിക്കുമ്പം കുറെ കൂടെ നമുക്ക് മനസ്സിലാകും വാട്ട് ഇസ് ദാറ്റ് കണക്ഷൻ എന്നുള്ളത്. അതേപോലെ UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ്സ് ഓഫ് ദ ചൈൽഡ്, CRC. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, യെസ്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സിലബസിൽ ഉണ്ട്, ചില ഭാഗങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കലി ആർട്ടിക്കിൾ 14, 21, 39F ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, ആ ഒരു കണക്ഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നതിന്. അതേപോലെ സുപ്രീം കോർട്ടിന്റെ റൂളിങ്സ് എഗെയിൻസ്റ്റ് ആ ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ ആൻഡ് പെട്ടെന്ന് ആ ഒരു ട്രയൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ. And correctional social work, actually it must align with human rights based practice. ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്തുള്ള പ്രാക്ടീസിലായിരിക്കണം ആ ഒരു കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ ഒരു കംപ്ലീറ്റ് അലൈൻമെന്റ് വരിക എന്നുള്ളത്. അപ്പോൾ യു സി നമ്മുടെ ആ ഒരു സിലബസിനകത്ത് വന്നേക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ഓറിയന്റേഷൻ ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇനി കറക്ഷണൽ സോഷ്യൽ വർക്ക് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് അതിനകത്ത് ചില ചലഞ്ചസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ചലഞ്ചസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ടോപ്പിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുള്ളത്. ഒന്ന്, ഓവർ ക്രൗഡിങ്, പുവർ ഇൻഫ്രാസ്ട്രക്ചർ പ്രിസൻസിൽ, അത് പൊതുവെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ട് അല്ലേ. ലാക്ക് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ്, അപ്പോൾ ആവശ്യത്തിനുള്ള സ്റ്റാഫ് ഇല്ല, ആവശ്യത്തിനുള്ള റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഇല്ല. ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒഫൻഡേഴ്സിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല പറഞ്ഞതുപോലെ ആ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ജയിലിൽ കിടന്നവൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റിഗ്മ ഒരിക്കലും ആ ഒരു വ്യക്തിയെ വിട്ടുപോകുന്നില്ല. അത് വിട്ടുപോകാത്തടത്തോളം ആ വ്യക്തിക്ക് തിരിച്ച് സൊസൈറ്റിയിലേക്ക് ഒരു വരവെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അതേപോലെ പ്രിസൺ, പ്രൊബേഷൻ, കമ്മ്യൂണിറ്റി ഏജൻസീസ് തങ്ങളിലുള്ള കോർഡിനേഷൻ വളരെയധികം ലിമിറ്റഡ് ആണ്. ഇനി അതൊക്കെയാണ് മെച്ചപ്പെട്ടു വരേണ്ടിയത്. ആൻഡ് റെസിസ്റ്റൻസ് ഒത്തിരി ഉണ്ടല്ലേ. ആ ഒരു റിഫോർമേറ്റീവ് ഫിലോസഫി ഇൻ പ്യൂണിറ്റീവ് അല്ലെങ്കിൽ പണിറ്റീവ് സിസ്റ്റംസ്, നമ്മുടെ പണിഷ്മെന്റ് സിസ്റ്റത്തില് ഒരു റെഫർമേഷന് വേണ്ടിയിട്ടുള്ള ഫിലോസഫി കൊണ്ടുവരിക എന്ന് പറയുന്നത് ആൾക്കാർ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും അവിടെ വർക്ക് ചെയ്യുന്നവർ ഒബ്ജക്റ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിനകത്തൊക്കെ എമേർജിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സ് നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഇവിടെ കാണാം ആ ഒരു റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്, റീകൺസിലിയേഷൻ, ഇതിനകത്തൊക്കെയാണ് ആ ഒരു ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം വരുന്നത്. കൗൺസിലിംഗ്, മെന്റൽ ഹെൽത്ത് സർവീസസ്, സ്കിൽ ഡെവലപ്മെന്റ്, ഇതിനെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക നമുക്ക് ആ ഒരു റീകൺസിലിയേഷൻ നടത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനു വേണ്ടി NGOസിനെ ഉപയോഗിക്കുക, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻസിനെ കറക്ഷൻസിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഓൾട്ടർനേറ്റീവ്സ് ടു ഇംപ്രിസൺമെന്റ്, അവിടെ വരുന്നതാണ് പ്രൊബേഷൻ, പെറോൾ, കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ. ഇതൊക്കെ പ്രിസണിൽ കിടക്കുന്നതിനുള്ള ഓൾട്ടർനേറ്റീവ്സ് തന്നെയാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ കുറെ കൂടെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത്. ആൻഡ് എ ഗ്രേറ്റർ റെക്കഗ്നിഷൻ ഓഫ് ജെൻഡർ സെൻസിറ്റീവ് കറക്ഷണൽ പ്രോഗ്രാംസ്. ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള കറക്ഷണൽ പ്രോഗ്രാംസിൽ കുറെ കൂടെ എന്താ പറയേണ്ടത്, കുറെ കൂടെ ഒരു പ്രാധാന്യം ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള.
So this is a quick overview of the syllabus. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഇത് ജസ്റ്റ് എന്താ പറയേണ്ടത്, ആ ഒരു കംപ്ലീറ്റ് ടോപ്പിക്സിലേക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല. ഏകദേശം ആ ഒരു മോഡ്യൂൾ 1 തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മോഡ്യൂൾ 1 തന്നെയാണ് ഇത്രയും അധികം ചേഞ്ചസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ഇതിന് സമാനമായ മാറ്റങ്ങൾ മറ്റ് ടോപ്പിക്സിലും വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം മോഡ്യൂൾ 1 നമ്മൾ കവർ ചെയ്യുന്ന സംഗതികളാണ്. ഓക്കെ, റൈറ്റ്. സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരും എന്നുള്ളത്. ആൻഡ് വി വിൽ ഡു ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഈ ഒരു പാർട്ട് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ടിൽ നമുക്കത് നോക്കാം. ഇതേപോലെയുള്ള പ്രധാന അറിയിപ്പുകളും ചേഞ്ചസും എന്താ പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡ് ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പം നിങ്ങൾക്ക് 3 രീതിയിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഒന്നുകിൽ ആ ഒരു ഫുൾ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നോട്ട്സ് ഉണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, വീഡിയോ ലെക്ചർ ക്ലാസ്സസ് ഉണ്ട്, 12 മോഡൽ എക്സാംസും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ആഴ്ചതോറും. അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് തീരുന്ന അനുസരിച്ച് അതിനെ ബേസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇതെല്ലാം കൂടെ ചേർന്ന് ഫുൾ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി അതല്ല, നോട്ട്സ് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും മോഡൽ എക്സാംസും ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഇനി നോട്ട്സും വേണ്ട, നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മാത്രം മതിയെങ്കിൽ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ള. അപ്പൊ ഈ 3 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് അതിനുവേണ്ടി ആകെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്, ആ വാട്സാപ്പിൽ ഒരു മെസ്സേജ് എനിക്ക് അയക്കുക, ഞാൻ അതിന് റിപ്ലൈ തരും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്താ വേണ്ടിയതെന്ന് വെച്ചാൽ തീരുമാനിക്കും. ഇനി ഒരുപാടധികം ദിവസങ്ങൾ നമുക്കില്ല. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മോഡൽ തിരഞ്ഞെടുത്ത് just let me know and I will be there to help you. So thank you very much for watching this part and you have an excellent day ahead. Thank you. Wish you all the very best.